കിടിലം പടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മലയാളത്തിൽ ഈ അടുത്ത് വന്നിട്ടുള്ള ത്രില്ലർ സിനിമകളിൽ ഏറ്റവും നല്ലൊരു പടമാണ്. മേക്കിംഗ് നന്നായിട്ടുണ്ട്, അതുപോലെ തന്നെ ടോവിനോ, അതുപോലെ തന്നെ ആക്ടിംഗ് ബേസ് എല്ലാം നന്നായിട്ട് വന്നിട്ടുണ്ട് സിനിമയിൽ. എനിക്ക് ആക്ച്വലി ഒരു CBI പാറ്റേൺ പടങ്ങളൊക്കെ വന്നില്ലേ, അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇപ്പം ഇങ്ങോട്ട് വന്നതിൽ അടുത്ത് മലയാളത്തിൽ ഇത്രയും എൻഗേജിങ് ആയിട്ടുള്ളൊരു പടം അന്വേഷിക്കും കണ്ടെത്തും. സൂപ്പറായിട്ട് തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്യേണ്ട പടമാണ്. ഇമോഷനുണ്ട്, ലവ് ഉണ്ട്, ത്രില്ലറാണ്, എല്ലാം കൂടെ അടങ്ങിയ ഒരു സൂപ്പർ പടം. ആർട്ട് വർക്കാണെങ്കിലും ശരി, നമ്മൾ ആ ഒരു ഫീലിലേക്ക് കൊണ്ടുപോകുന്ന ഗംഭീര പരിപാടിയാണ്. ഭയങ്കര സസ്പെൻസ് ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ പടം തുടങ്ങിക്കഴിഞ്ഞാൽ പടം എങ്ങോട്ടാണ് പോകുന്നതെന്ന് ഒരിക്കലും നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത രീതിയിലുള്ള മേക്കിംഗ് ആണ്. പേഴ്സണലി എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. രണ്ട് കഥയാണ്, ഒരു ക്രൈം ത്രില്ലർ, ഒരു വ്യത്യസ്തമായ പഴയ കാലഘട്ട കഥ എവിടെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. നന്നായിട്ട് വന്നിട്ടുണ്ട് പടം. നല്ലൊരു ഡിഫറെൻറ്റ് ഒരു വെറൈറ്റി ആയിട്ട് എടുത്തിട്ടുണ്ട്. എല്ലാവരുടെയും പെർഫോമൻസ് നല്ലതായിരുന്നു. അതൊരു ഒരുപാട് പിന്നെ ലാഗൊന്നും ഇല്ലാതെ നല്ല ക്ലാസ് ആയിട്ട് തന്നെ എടുത്തിട്ടുണ്ട്. ഒട്ടും ബോറടിക്കാതെ നമുക്ക് ഫസ്റ്റ് ഹാഫും സെക്കൻഡ് ഹാഫും ടോട്ടലി ഡിഫറെൻ്റ് ആണ്. നല്ല മൂവിയാണ്. നല്ല പടം, അടിപൊളി. ടൊവിനോയുടെ പെർഫോമൻസും എല്ലാം അടിപൊളിയായിരുന്നു. വെറൈറ്റി ആയിട്ട് തോന്നിയ സ്റ്റോറി ടെല്ലിംഗ് തന്നെയാണ് വെറൈറ്റി ആയിട്ട് തോന്നിയത്. രണ്ട് കഥ കൊണ്ടുവന്ന് പ്ലേസ് ചെയ്തേക്കുന്ന ആ രീതിയും അത് കൺക്ലൂഡ് ചെയ്തേക്കുന്ന രീതി എല്ലാം അടിപൊളിയായിട്ട് തന്നെയാണ്. പടം കുഴപ്പമില്ല, അത്യാവശ്യം കണ്ടിരിക്കുന്ന ഒരു നല്ല സിനിമയാണ്. ഒരു ഇൻവെസ്റ്റിഗേഷൻ സ്റ്റോറിയാണ്. എന്താ പറയുക, ടോവിനോ എനിക്ക് ഇങ്ങനെ ഒരു ഇൻവെസ്റ്റിഗേഷൻ സ്റ്റോറിൽ അഭിനയിച്ചോണ്ട് എനിക്ക് അറിയാൻ പാടില്ല. മുമ്പ് അഭിനയിച്ചൊരു കൽക്കുന്ന പോലീസ് സ്റ്റോറിൽ അഭിനയിച്ചത് വളരെ സ്ലോ സ്പേസ് ആണെങ്കിലും നല്ല രസമായിട്ട്, നല്ല എന്താ പറയുക, ഒട്ടും ബോറടിക്കലായിട്ട് കണ്ടിരിക്കാൻ പറ്റും. ലാഗൊന്നുമില്ല, ലാഗ് ഒരിക്കലും ഇല്ല, രണ്ടും സൂപ്പർ. പ്രത്യേകിച്ച് ഒരു രണ്ട് കഥയായതുകൊണ്ട് നല്ലൊരു വെറൈറ്റി തോന്നിയിട്ടുണ്ട്. ഫസ്റ്റ് ഹാഫിലാണ് ഒരു കഥ, മറ്റൊരു സെക്കൻഡ് ഹാഫിലൊരു വേറൊരു കഥയാണ്. ഒരു കഥ തന്നെയായിട്ട് പോവാല്ലേ, ഒരു പ്രത്യേക രസമുണ്ട് കണ്ടിരിക്കാനായിട്ട്. നല്ലോണം ഇഷ്ടപ്പെട്ട്. വെയിറ്റ് ആയിട്ടൊന്നും സംഭവമില്ല, പഴയ കാലഘട്ടം നല്ല രീതിയിൽ കാണിച്ചിട്ടുണ്ട്. ഇത്തിരി സ്ലോ ആണ് പടം.